ഈ ദുനിയാവിലും ദുനിയാവിന് ശേഷവും നമുക്ക് ജീവിക്കാൻ സാധിക്കും. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരു ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നമുക്കും വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇനി ഇവിടെ സൂഫിയാക്കളെ കുറിച്ചുള്ള പ്രശംസ ഖവാലി ഇവിടെ നടക്കാൻ പോവുകയാണ്. അത് വലിയ മഹാനായ ഖാജ തങ്ങൾ അവരുടെ ത്വരീഖത്തിന്റെ നിബന്ധനയാക്കിയിട്ട് ഖവാലിയെ വെച്ചതായിട്ടൊക്കെ കാണാം. നമുക്കറിയാം ഖവാലി എന്നുള്ളത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വലിയ ഒരു ശൈലിയാണ്, വലിയൊരു സംഗീത രൂപത്തിലുള്ള ഒരു ശൈലിയാണ്. അതിന്റെ ആത്മീയ വശം എന്ന് പറയുന്നത് ഈ ഖവാലിയിലൊക്കെ ഇരിക്കുമ്പോൾ ആ ഖവാലിയിൽ ലയിച്ചിരിക്കേണ്ടത് തൻ്റെ ആത്മീയ ഗുരുവിന്റെ ചിന്തയിലായി ആ ഒരു ഗാനത്തിൽ ലയിച്ചിരിക്കുമ്പോൾ അതിലെന്തുണ്ടാകും? ആനന്ദമുണ്ടാകും, വലിയ ലയനമുണ്ടാകും, വലിയ സന്തോഷമുണ്ടാകും, എല്ലാം ഉണ്ടാകും. മറിച്ച് ഇത് അപ്പുറത്തിരിക്കുന്നത് എന്തെയാ? വീണയാണല്ലോ, ഇവിടെ മദ്ദളമാണല്ലോ, ഇപ്പുറത്തിരിക്കുന്നത് മറ്റേ സാധനത്തിന്റെ പേരെന്താ? തബലയാണല്ലോ, മറ്റെന്താ? ഹാർമോണിയമാണല്ലോ. ഈ ഒരു ചിന്തയാണ് ആദ്യം വരണമെങ്കിലോ ഇതൊക്കെ തെറ്റായിട്ട് എന്ത് ചെയ്യും തോന്നും. മറിച്ച് ഇതിനൊരു ആസ്വാദനമുണ്ട്. ഏതൊന്നിനെയും നല്ല രീതിയിലേക്ക് വഴിതിരിച്ചു വിടുമ്പോൾ അതിൽ നമുക്ക് ആസ്വാദനം കണ്ടെത്താം. അതാണ് മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് പറയുന്ന മഹാൻ അവരുടെ ഖവാലിയെ എതിർത്തുകൊണ്ട് ഗ്രന്ഥം രചിച്ച മഹാനാണ്. ഇന്ന് ഷാഫി മദ്ഹബിലെ മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി ഒരു കാര്യം പറഞ്ഞാൽ, മസ്അലപരമായ ഒരു കാര്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയതായ മസ്അലയായിട്ട് പ്രബലമായി നമ്മൾ എടുക്കുക. മഹാനവറുകൾ മക്കത്തുള്ള മുദരിസായിരുന്ന അബ്ദുല്ലാഹി ലൈദ്രോസി എന്ന് പറയുന്ന വലിയ ഒരു മഹാനെ ബൈഅത്ത് ചെയ്ത മഹാനാണ്. അതിനു മുമ്പ് മഹാനവറുകൾ ഖവാലിയെ എതിർത്തുകൊണ്ട് കഫ്റുആ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥമാണ് ഇന്ന് ഖവാലിയെ എതിർക്കാൻ വേണ്ടി ചില ആളുകൾ കൊണ്ടാടുന്നത്. ആ കഫ്റുആ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചതിന് ശേഷമാണ് അബ്ദുല്ലാഹി ലൈദ്രോസി എന്ന് പറയുന്ന ആത്മീയ ഗുരുവിന്റെ അടുക്കൽ പോകുന്നത്, ബൈഅത്ത് ചെയ്യുന്നത് ഇബ്നു ഹജറുൽ ഹൈതമി. അവസാനം മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ ഗുരുവിന്റെ അടുത്ത് വന്നപ്പോൾ ഗുരു അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇന്ന് ഇബ്നു ഹജർ വരുന്നുണ്ട്, നമുക്ക് നല്ല ഖവാലി അവതരിപ്പിക്കണം. ഇബ്നു ഹജർ ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ടല്ലോ. അബ്ദുല്ലാഹി ലൈദ്രോസിയുടെ അണ്ടറിൽ വെച്ച് മുരീദുമാരെല്ലാവരും കൂടി ഖവാലി അവതരിപ്പിച്ചു. എന്ത് ചെയ്യാ? ഖവാലി വിവരിച്ചു. ഈ സംഭവം ഇമാം ഖുതുബ് ഷഅറാനി ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. ജാമിഉ കറാമാത്തിൽ ഔലിയായിൽ യൂസുഫ് നബ്ഹാനി ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമിയുടെ അബ്ദുല്ലാഹി ലൈദ്രോസി എന്ന് പറയുന്ന മഹാന്റെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി അടക്കമുള്ള തന്റെ ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ച് ഷെയ്ഖ് ഖവാലി അവതരിപ്പിക്കാൻ പറയുകയാണ്. എല്ലാവരും എന്ത് ചെയ്തു? കെ.എച്ച്. ഉസ്താദ് ഇവിടെ വന്നിരുന്നിട്ട് ഹാർമോണിയവും മദ്ദളമൊക്കെ വെച്ചതുപോലെ അബ്ദുല്ലാഹി ലൈദ്രോസിയുടെ ശിഷ്യന്മാർ ഇതൊക്കെ ഇരുന്ന് വെച്ച് പാടാൻ തുടങ്ങി. ഇപ്പുറത്തെ ഖവാലി എതിർക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം എഴുതിയ ഇബ്നു ഹജർ ഇരിക്കുന്നുണ്ട്. ഇബ്നു ഹജർ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നു. എന്താ ചെയ്യാ? ഷെയ്ഖ് കാണിക്കുന്നതല്ലേ, എതിർക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇരുന്നു. അങ്ങനെ മഹാനവറുകളെ ഖവാലി അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആ ഖവാലിയിൽ ലയിച്ച് തന്റെ ആത്മീയ ഗുരുവിന്റെ മുഖം ദർശിച്ചുകൊണ്ട് അതിൽ ലയിച്ചതായ മുരീദുമാര് മുഴുവനും കൈയടിക്കാൻ വേണ്ടി തുടങ്ങി. ഖവാലിയിൽ ലയിച്ചുകൊണ്ട് ഇതെല്ലാവരും കൈയടിക്കാൻ തുടങ്ങിയപ്പോ ഇബ്നു ഹജറുൽ ഹൈതമിയും കൈയടിക്കുകയാണ്. അങ്ങനെ കൈയടിച്ചിട്ട് ആടാൻ തുടങ്ങി. അതിൽ ലയിച്ചു അല്ലേ? അതിൽ ലയിച്ചു മഹാനവറുകള്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കല് എത്യോപ്യക്കാര് വന്നിട്ട് എന്ത് ചെയ്തു? പാട്ടുപാടി ഡാൻസ് ആടിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാം. എങ്ങനെ ഡാൻസ് ആടിയത് എന്ന് കണ്ടിട്ടില്ല, അത് ആർക്കും പറഞ്ഞു തരാനും പറ്റൂല. അപ്പൊ നമ്മൾ ആടുന്നൊരു കോല ആകാലോ? അലങ്കാരൂപ അവർ പറഞ്ഞിട്ട് അതിനെ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞു തരട്ടെ. അപ്പൊ ഇബ്നു ഹജറും കൈയടിച്ചപ്പോഴോ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മഹാന്മാരെ പുകഴ്ത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. മഹാനായ ഇബ്നു ഹജർ തങ്ങളും കൈയടിച്ചു. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ മുരീദുമാര് ചോദിച്ചു, അല്ല നിങ്ങളല്ലേ ഇപ്പൊ ഖവാലിനെ എതിർത്തിട്ട് കഫ്റുആന്ന് പറഞ്ഞ ഗ്രന്ഥമൊക്കെ എഴുതിയത്, ഇതിപ്പോ വല്ലാത്ത നിങ്ങളിപ്പോ ഇവിടെ വന്നിരുന്ന് കൈയടിച്ചിട്ട് ഹറാമൊക്കെ ചെയ്തില്ലേ, എന്താ ഇപ്പൊ ചെയ്യാന്ന് വെച്ചു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അതിലിങ്ങനെ ലയിച്ച് നമ്മളെ ശൈഖുനാന്റെ മുഖത്ത് നോക്കി ആ ഖവാലിയിൽ ഇങ്ങനെ ലയിച്ചു നിന്നപ്പോൾ റഅയ്തു ജമീഅൽ മൗജൂദാതി തുസ്ഫിഖ്,
ഈ ലോകത്തുള്ള മൊത്തം സാധനങ്ങളും പുല്ലുകളും കല്ലുകളും അതിൽ ലയിച്ചു കൊണ്ടിട്ട് ഇങ്ങനെ ആടുന്നതാണ് ഞാൻ കാണുന്നത്. അതിൽ ആടിയിട്ട് ഞാനും ആടിപ്പോയി, അതിൽ ആടിയിട്ട് ഞാനും കൈയടിച്ചു എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി. അതൊരു ലയനമാണ്.